ജോന് പണി കിട്ടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഒരു തട്ട് കൊടുത്താൽ മതി, ദേ കടുക്കും അവൻ താഴെ. എന്നാലും ഒരുപാട് സന്തോഷം. പുതിയ മുഖങ്ങളും പുതിയ ഭാഗങ്ങളായിട്ടൊക്കെ പൂജിത ലാലിച്ചാൻ വരികയാണ്. 1200 രൂപയുടെ മുടിക്കെട്ടുമായി പൂജിത. അപ്പോൾ ഒരു കലക്കൻ എപ്പിസോഡ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഡീറ്റെയിൽസ് ഉയരങ്ങളിൽ നിന്നും കീഴെയുള്ള പൂജിത പറയുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. കാരണം ഇന്ന് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ആക്ടർ, ഒരു ടാലൻറ്റഡ് പേഴ്സൺ ആണ്. ഇതുവരെ സിനിമയിലൊന്നും വന്നിട്ടില്ല. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓഡീഷന് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ദ പെർട്ടിക്കുലർ പ്ലാൻ ഇസ്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് എൻജോയ് വിത്ത് ഓൾ ഓഫ് us. കൗമുദി ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ എല്ലാവരുടെയും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ സ്ക്രീൻ ടെസ്റ്റിന് പങ്കെടുക്കാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നത് സായറാണ്. അപ്പോൾ നമുക്ക് സായറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടറിയാം. ഹലോ. ഹലോ, എൻ്റെ പേര് പൂജിത ജോ ലാൽ സാർ. നമസ്കാരം സാർ ഇവിടെ കൊച്ചി തന്നെയാണോ? ആ അതെ, എവിടെ? തമ്മനത്തല്ലേ. സായർ എന്താ ചെയ്യണേ? ഞാനിപ്പോൾ ടൈൽസിൻ്റെ വർക്കിന് വേണ്ടി ഹെൽപ്പറായിട്ട് പോകും. കൂട്ടാൻ്റെ ഒപ്പം തന്നെ. കൊച്ചി ടൈൽസിൻ്റെ അല്ലേ? ഇതിന് മുന്നേ ആക്ടിങ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തൊന്നുമില്ല. ഇല്ല. ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ലുക്കൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ലൈക്ക് ഏതൊക്കെ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം സായറിന്? സിനിമയിൽ വരികയാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കണം. അത് കാണണം. അപ്പം സാർ തുടങ്ങിക്കോളൂ, എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പം നമ്മൾ സ്കൂളിലേക്ക് ഡ്രാമ സ്കൂളിൽ ഡ്രാമയിലൊക്കെ ഏതെങ്കിലും പങ്കെടുത്തിട്ടുള്ള സംഭവം മനസ്സിൽ ഓർമ്മയുണ്ടോ? അവസാനമായിട്ട് +2 ആയിരുന്നു. അത് തന്നെ, നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ ബേസിക് എന്ന് പറഞ്ഞാൽ സ്കൂൾ തലങ്ങളിലേക്കാണല്ലോ നമ്മൾ ഒരു കലാകാരൻ നമ്മളിലേക്ക് ആവേശിച്ച് വരുന്നത്. അപ്പം സ്കൂൾ തലങ്ങളിലേക്ക് ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സാധനം ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അങ്ങനെ തുടങ്ങാം. അപ്പം ഞങ്ങളൊരു സാധനം തരുന്നത് തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ഉള്ളിലുള്ളൊരു സംഭവം ആദ്യം തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്. ഒന്നുമില്ല. +2 വെച്ചൊരു സാറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ രംഗം എനിക്ക് അത്രയും. പിന്നെ ടാബിളോ ആയിട്ട് നിന്നുണ്ട്. അങ്ങനെ ഡയലോഗ് അങ്ങനെ പറയാൻ പറ്റുമെന്ന് നോക്കാം. ഇത്രയൊരു സാധനം, വളരെ ചെറിയൊരു സാധനം പറയാം. അത് കഴിഞ്ഞ് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നൊരു സാധനം വേറെ തരാം. അപ്പോൾ ആദ്യം ഒരു സംഭവം, നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ. ഒരു ചെറിയ സാധനം. ഇത് സായറിൻ്റെ ഒരു ഭാവനയിൽ എങ്ങനെ പറയാൻ പറ്റും? വായിക്കണോ? രാഷ്ട്രീയക്കാരൻ്റെ അടുക്കള പുറങ്ങളിൽ ചെന്ന്, നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കള പുറങ്ങളിൽ ചെന്ന്, അത്ര പറഞ്ഞ നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കള പുറങ്ങളിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ. അത് പേരാ, ഷാരസ്യാർക്ക് വയ്യ. ഒന്ന് പ്രോംപ്റ്റ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. ആദ്യം തെറ്റിയാൽ പിന്നെ പ്രോംപ്റ്റ് ചെയ്ത് പറയാം. പറഞ്ഞു തരാനനുസരിച്ച് പറയാം. ആക്ഷൻ. നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ. ഷാരസ്യാരോട് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സാർ. നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറത്ത് നിന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ. ഇത് നമ്മളിപ്പോ ഒരു സുരേഷ് ഗോപി സ്റ്റൈലിലാണ് ഇതിപ്പോ വന്ന് നിൽക്കുന്നത്. അത് വേണ്ട. ഇതൊക്കെ എന്ത് കുറച്ചും കൂടി ഒരു പക്വതയിൽ പറയാമോ? ഒരു എടുത്തുകേട്ടൊക്കെ നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറയിൽ പറഞ്ഞു അടുക്കളയുടെ പുറത്താവില്ലേ? നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറങ്ങളിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ. നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറങ്ങളിൽ ഓച്ചാനിച്ച് നിൽക്കാൻ നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറങ്ങളിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ. മനുവിന് വയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പറഞ്ഞാൽ അല്ലേ? ഷാരസ്യാർന്ന് പറഞ്ഞാൽ അല്ല, ഇതൊരു നാടകത്തിലാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇതൊരു സ്കൂൾ നാടകത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകത്തിലോ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അവിടെ ആ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഈ ഡയലോഗിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്? നാടകത്തിൽ ഇപ്പോൾ നാടകത്തിലാണെന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽ നാടകത്തിലാണെങ്കിൽ ഈ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നാണം കെട്ട രാഷ്ട്രീയക്കാരൻ അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ ഷാരസ്യാർക്ക് വയ്യ, ഇങ്ങനെ പറയാം. ഒരു ചില നടന്മാരുടെ നാടകത്തിൻ്റെ സ്റ്റൈൽ. അപ്പോൾ അത് മാറിയിട്ട് നമ്മൾ മറ്റേ സ്കൂളിലാണെങ്കിൽ നാണം കെട്ട രാഷ്ട്രീയക്കാരൻ തെരുവ് നാടകങ്ങളെ കണ്ടിട്ടില്ലേ? ഇച്ചിരി കുറച്ചും കൂടെ ഹൈലി പറയും. ഒന്ന് പറഞ്ഞു സാറേ.
ഹൈപ്പിച്ചില്. നാണം കെട്ട രാഷ്ട്രീയക്കാരൻ അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ ശരസ്യാർക്ക് വയ്യ. ആക്ച്വലി ഇത് അമച്ചർ നാടകങ്ങളിൽ നമ്മൾ പറയുന്ന ഇവിടെ നമുക്ക് പറയണ സാധനം. ഇതിപ്പോ നമ്മൾ ഇത് രണ്ടും വിട്ടിട്ട് അല്ല ഇപ്പൊ കുറച്ചും കൂടി ഇപ്പോൾ സിനിമ നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട, അതിലേക്ക് നമുക്ക് ഇനി വരാൻ ആൾക്ക് പ്രസന്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ നിലവിൽ ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് നിങ്ങൾ പൊക്കോളൂ. പ്രൊഫഷണൽ നാടകത്തിൽ കൺഫ്യൂഷൻ ആയില്ലേ സായറിന്? എല്ലാരും വേറെ വേറെ പറഞ്ഞിട്ട് മൊത്തം കൺഫ്യൂഷനായി. നാണം കെട്ട രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുറങ്ങളിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ശാസ്ത്രീയക്ക് വയ്യ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത്ര ഞാൻ മറന്നുപോയി. ഗുഡ്, ഗ്രാസ്പിംഗ് പവർ ആണ് കേട്ടോ. ഇനി മറ്റേത് കൂടെ കൊടുക്കാം. ഇതിപ്പോൾ ഓക്കെയാണ്. ഇത് നമ്മളൊരു റൊമാൻറ്റിക് ഹീറോയാണ്, അല്ലെങ്കിൽ ഒരു ജീവിതം എന്താണെന്ന് വളരെ റിസ്കി ആയിട്ട് അനുഭവിച്ച് വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്കൊരു കാമുകി, അയാളൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അയാളെ സ്വീകരിക്കണമെന്നുണ്ട്, എന്നാൽ രണ്ട് മനസ്സാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു സിറ്റുവേഷൻ പറയാം. അപ്പോൾ ആ കുട്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ പ്രതികരിക്കും? ഒന്നും മനസ്സിൽ വരുന്നില്ല, ഓടി വരുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഹാപ്പി മൈൻഡോടുകൂടി അല്ലേ വന്നു? പിന്നെ ഡയലോഗ് ഇതാണ്, ഒരു ഫൺ സോൺ ആണെന്ന് വിചാരിച്ചാൽ മതി. ജീവിതം എനിക്ക് സമ്മാനിച്ചത് കുറേ ദുഃഖങ്ങൾ മാത്രം, പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് സന്തോഷം. ഇത് നിങ്ങളുടെ രീതിയിൽ സന്തോഷം ലഭിക്കുന്നു. അങ്ങനെ എന്തുവാണോ പറയണം. റെഡിയായോ? ഒന്നുകൂടി കേൾക്കണോ? ഓക്കെ. ജീവിതം എനിക്ക് സമ്മാനിച്ചത് കുറേ ദുഃഖങ്ങൾ മാത്രമാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് സന്തോഷം പ്രതീക്ഷിക്കാം. ഓക്കെ, നൗ യു ടെൽ മീ വെൻ യു വാണ്ട് ടു സ്റ്റാർട്ട്. ജീവിതം എനിക്ക് ഇതുവരെ സമ്മാനിച്ചത് കുറേ ദുഃഖങ്ങൾ മാത്രമാണ്, പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഗുഡ്. ഓക്കെ. ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും വേണ്ട, വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ജീവിതം എനിക്ക് ഇതുവരെ സമ്മാനിച്ചത് കുറേ ദുഃഖങ്ങൾ മാത്രമാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അത് സന്തോഷപൂർവ്വമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെയൊക്കെ വിശ്വാസം അതാണ്. പക്ഷെ ഡയലോഗ് അതിൽ നിന്ന് പോയി സന്തോഷം പൂർണ്ണമാക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞു. പക്ഷെ അത് അടിപൊളിയായി. ഇതിൽ കുറച്ചുകൂടെ ക്ലിക്കാറുണ്ട്. പുള്ളിക്കാരത്തിന്റെ കണ്ണിൽ നോക്കിയിട്ട് പറയണ റൊമാൻറ്റിക്. ഗേൾഫ്രണ്ട് ഒന്നും ചോദിച്ചു നോക്കൂ. ഗേൾഫ്രണ്ട് ഉണ്ടോ? ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു, പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ് ബൈഹാർട്ടാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് പെർഫോമൻസ് മുഖത്ത് അങ്ങനെ അധികം ഒന്നും ഭാര്യ വിതറാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല എക്സ്പ്രഷനുള്ള പിന്നെ ഒരു സാറിനെ നമുക്ക് വാർത്തെടുക്കുകയാണ് നമ്മൾ ഉദ്ദേശം. മേലേപ്പുറം ലാൻഡ് എന്ന് പറയുന്ന അടിപൊളി മൂവിയാണ്, ക്ലാസിക് മൂവി. സീനാണ്. ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നു, ശ്രീമാർ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ പുറത്ത് നിന്ന് അമ്മ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇവിടെ കയറി വട എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ വരില്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്നൊരു ഫിലിം കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അത് നിങ്ങൾക്കാണ് ആ കഥാപാത്രം കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു? നമുക്കത് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാം. ഇല്ല, അപ്പോൾ കയറി വാട എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ഞാൻ വരില്ല, എടാ നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ, ഇല്ല ഞാൻ വരില്ല, വീണ്ടും പറയുന്നു ഇല്ല കയറി വരില്ല, എടാ ഇങ്ങോട്ട് വരാൻ, ഇല്ല എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല, ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല, അങ്ങനെ പറയാം. അപ്പോൾ അത് സായറിനാണ് ആ കഥാപാത്രം ലഭിച്ചിരുന്നെങ്കിൽ സായർ അതിന് എങ്ങനെ ചെയ്യും? ഓക്കെ, ഞാനാണ് അമ്മ, അല്ലെങ്കിൽ പൂജിതാമ്മ. അതുകൊണ്ടാണ്. ഓ ശരി. ഓക്കെ റെഡി. ഡാ ഇങ്ങോട്ട് കയറി വാടാ. ഇല്ല ഞാൻ വരില്ല. കേറി വരാൻ പാടില്ല, ഡയലോഗ് പറയണം. അല്ല എന്താ കൺഫ്യൂഷൻ? മനസ്സിലായില്ല? അല്ല എന്താ കൺഫ്യൂഷൻ? എന്താ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റും, ഇയാൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊരു കഥാപാത്രവും ഏത് സിറ്റുവേഷനും തന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇതിപ്പോ ആക്ച്വലി ഭയങ്കര ഈസി, ഇത്ര പേരേ ഉള്ളൂ. പറ്റത്തില്ലെങ്കിൽ നമ്മൾ പിടിപ്പിച്ച് പറ്റിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ നമ്മൾ സിനിമ ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ആദ്യത്തെ ഒരു പ്രസന്റേഷനിൽ പുള്ളി ഓക്കെ ആണോ എന്നാണ് എൻ്റെ ചോദ്യം. പറയാൻ പറ്റില്ലല്ലോ ജോ, അതെങ്ങനെ പറയാൻ പറ്റും ജോ? എന്താ അങ്ങനെ പറയാൻ? ആൾക്കൊരു കോൺഫിഡൻസ് ആദ്യം നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ ഓക്കെ, ഒന്ന് എണീച്ച് നിൽക്കുക സാഗർ.
ഓക്കെ റെഡി കയറി വാടാ. ഇല്ല അമ്മേ, ഇവിടെ നിന്നോട് കയറി വരാനാ പറഞ്ഞ. ഇല്ല ഞാൻ ഇവിടെ വാടാ ഇങ്ങോട്ട് കയറി. ഇല്ല അമ്മേ, ഞാനല്ല. എന്തല്ല നീ ഇങ്ങോട്ട് കയറി വരാനാ പറഞ്ഞത്. എൻ്റെ ഗർഭം ഇല്ല അമ്മേ, എന്റെ ഗർഭം അങ്ങനെ അല്ല. എന്റെ ഗർഭം അങ്ങനെ അല്ല. തിരിച്ചു പറ. അപ്പൊ ഇതിപ്പോ ജഗതി ചെയ്തത് തീർന്നില്ലല്ലോ, കംപ്ലീറ്റ് ആയില്ലല്ലോ. ഈ ചെയ്തതിന് നല്ല പ്രോത്സാഹനം കൊടുക്കണം. ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു തരില്ല. ഞാൻ എൻ്റെ പോഷൻ മാത്രമേ പറയുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പറയേണ്ടി വരും. അതൊന്ന് പറഞ്ഞോ. ഇങ്ങോട്ട് കയറി വാടാ. ഇല്ല എടാ നിന്റെ അടുത്താ പറഞ്ഞിട്ട് കയറി വരാൻ. ഇല്ല അമ്മേ. ഇടാ ഇങ്ങോട്ട് കയറി വരാൻ. നിന്റെ കാലിന് ഞാൻ കൈ അടിച്ചു കയറി വാ. നിന്നെ കുറേ ദിവസം നോക്കി നടക്കണേ ഞാൻ നിന്നെ. ഇങ്ങോട്ട് കയറി വാങ്ങോട്ട്. ഇത് കംപ്ലീറ്റ് സിനിമയെന്ന് അല്ല ഞാൻ അത് മാറി കൈ നിടാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നാലും നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയൂ. ഇത് കയ്യിൽ നിന്ന് കയറി വരും എന്നൊക്കെ അങ്ങനെ ചെയ്യാതെ കറക്റ്റായിട്ട് ചെയ്യുക. പുള്ളി കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നുണ്ടല്ലോ. ശരി ശരി, അപ്പോൾ പറഞ്ഞ ഡയലോഗ് മാത്രമേ. ഇങ്ങോട്ട് കയറി വാടാ. ചുറ്റും കുളമൊക്കെ നോക്കിക്കോ, നമ്മളെ നോക്കണ്ട. മീനായിട്ട് കളിക്കാം. അല്ല വേണേ പുതിയ നോക്കിയാൽ കുളം ആയിക്കോളൂ. അതെ, അങ്ങനെ കയറി വാടാ. എടാ നിന്നോടാ വിളിച്ച് ഇങ്ങോട്ട് കയറി വരാൻ. ഇല്ല അമ്മേ. ഇങ്ങോട്ട് കയറി വാടാ. ഇല്ല ഇല്ല എന്റെ ഗൾഫ് അങ്ങനെ അല്ല. അങ്ങനെയൊക്കെ പറ. ടെൻഷൻ അടിക്കേ വേണ്ട. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതല്ലാതെ വേറെ ഡയലോഗ് പറയാൻ പുള്ളി വേറെ നേരത്തെ ആദ്യം നമ്മൾ കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഓക്കെ എങ്കിൽ അതേ ടൈപ്പിൽ ഡയലോഗ് കൊടുക്കട്ടെ. നേരത്തെ ആ മറ്റേ പെൺകുട്ടിയോട് പറഞ്ഞ ഡയലോഗും കുറച്ച് സെൻറ്റി ആയതുകൊണ്ട് അതിനെ പക്കയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. രാഘവേട്ട, സത്യത്തിൽ ഞാൻ ആരാ? ചെറുപ്പത്തിൻ്റെ ചൂടത്തിളപ്പിൽ പാവം എൻ്റെ അമ്മയ്ക്ക് പറ്റിപ്പോയൊരു കൈപ്പിഴ. അതിൻ്റെ പേരിൽ സമൂഹം മുഴുവൻ തന്തയില്ലാത്തവണെന്ന് വിളിച്ചിട്ടും ഈ മനസ്സ് തേങ്ങിയില്ല. പക്ഷേ ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്ത് ഞാൻ വളർത്തിയ എൻ്റെ പൊന്നു പെങ്ങളെന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തളർന്നു പോയി രാഘവട്ടെ. ഞാൻ തളർന്നു പോയി. സാർ ഇത് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ മിമിക്രിയാണോ? മമ്മൂട്ടിയുടെ മിമിക്രി അല്ലേ ഇത്? ഡയലോഗ് പറഞ്ഞത് മമ്മൂട്ടിയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇതാണ് ഡയലോഗ്. രാഘവേട്ടാ, സത്യത്തിൽ ഞാൻ ആരാ? ആണ് സത്യത്തിൽ ഒരു രാഘവേട്ടാ, സത്യത്തിൽ ഞാൻ ആരാ? ഒരു എനിക്കറിയില്ല ഞാൻ ആരാണെന്ന്. ആ ഒരു സംഭവമാണ് രാഘവേട്ടാ. സത്യത്തിൽ ഞാൻ ആരാ? രാഘവേട്ടാ, സത്യത്തിൽ ഞാൻ ആരാ? ചെറുപ്പത്തിൻ്റെ ചുരത്തിളപ്പിൽ പാവം എൻ്റെ അമ്മയ്ക്ക് പറ്റിപ്പോയൊരു കൈപ്പിഴ. ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ പാവം എൻ്റെ അമ്മക്ക് പറ്റിയ ഒരു കൈപ്പിഴ. അതിൻ്റെ പേരിൽ സമൂഹം മുഴുവൻ തന്തയില്ലാത്തവണെന്ന് വിളിച്ചിട്ടും ഈ മനസ്സ് തേങ്ങിയില്ല. അതിൻ്റെ പേരിൽ സമൂഹം മുഴുവൻ തന്തയില്ലാത്തെന്ന് വിളിച്ചിട്ടും ഈ മനസ്സ് തേങ്ങിയില്ല. പക്ഷേ ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്ത് ഞാൻ വളർത്തിയ എൻ്റെ പൊന്നു പെങ്ങളെന്നെ മാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തളർന്നുപോയി രാഘട്ടവാൻ, തളർന്നുപോയി. സത്യത്തിൽ ഈ നെഞ്ചിൽ ഞാൻ വളർത്തിയ ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്ത് ഞാൻ വളർത്തിയ എൻ്റെ കുഞ്ഞു പെങ്ങളെന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ തളർന്നുപോയി രാഘവേട്ട, തളർന്നുപോയി. മോളെ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. മോളെ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും പോകുമ്പോൾ ഒരു വാക്ക് ഏട്ടൻ പോവാ മോളെ. അപ്പോൾ ഇങ്ങനെ ഈ ഏട്ടൻ പോവാ മോളെ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്നൊരു സംഭവമുണ്ട്. അത് വ്യക്തമായിട്ട് കാണിക്കാം. ഏട്ടൻ പോവാ മോളെ എന്ന് പറഞ്ഞിട്ട് അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്ന ഒരു സീൻ. അത് നോക്കി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ പകുതി മൂലം നമുക്ക് തുടങ്ങാം. ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്ത് ഞാൻ വളർത്തി എൻ്റെ പൊന്നുപെങ്ങളെന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തളർന്നുപോയി. മോളെ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും പോകുമ്പോൾ ഒരു വാക്ക് ഏട്ടൻ പോവാം മോളെ. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകുന്നു. അല്ല അങ്ങോട്ട് പോകണം എന്നല്ല നമ്മൾ ആ ക്യാമറയ്ക്കല്ലേ കിട്ടുള്ളൂ. ഓക്കെ അപ്പോൾ പറയുന്നത് ഇങ്ങോട്ട് നോക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി നടന്നങ്ങ് പോയാൽ മതി. ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്ത് ഞാൻ വളർത്തിയ എൻ്റെ പൊന്നുപെങ്ങളെന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തളർന്നുപോയി രാഘവേട്ട, തളർന്നുപോയി. മോളെന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഈ ഏട്ടൻ പോകണമോ? ഏട്ടൻ പോവാൻ മോളെ. ഈ ഏട്ടൻ പോവാണ് മോളെ. പോവാണ് മോളെ എന്ന് പറയില്ല, അതിപ്പോൾ വേറെ സ്ലാങ് ആയി പോകും. അത് വേണ്ട. ഏട്ടൻ പോവാണ് മോളെ. ശരി, എനിക്കൂടെ തെറ്റിയല്ല. പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഏട്ടൻ പോവാൻ മോളെ. പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഈ ഏട്ടൻ പോവാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനാണ് മകൾ അല്ലെങ്കിൽ അയാളാണ് മകള്? നിങ്ങൾ രണ്ടുപേരായാൽ മതി. രാഘവേട്ടനും പിള്ളേരും പോട്ടെ. റെഡി ഓക്കെ. പക്ഷേ ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്ത് ഞാൻ വളർത്തിയ എൻ്റെ പെങ്ങളെന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ കുഞ്ഞു വിട്ടുപോയി. എൻ്റെ കുഞ്ഞു പെങ്ങളെന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തകർന്നുപോയി രാഘവേട്ട, എൻ്റെ നെഞ്ച് തകർന്നുപോയി. മോളെ എന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഈ ഏട്ടൻ പോവാണ് മോളെ. തിരിഞ്ഞോക്ക്
അങ്ങനെ തിരിഞ്ഞു നോക്കാനല്ല. വിഷമത്തില് തിരിഞ്ഞു നോക്കില്ലേ, നിർത്തോ ആരെങ്കിലും വിളിച്ചു നിർത്തോ നോക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? അപ്പം ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ എന്നൊരു പ്രതീക്ഷയുണ്ട്. ഏട്ടൻ പോകാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം തിരിച്ചു വിളിക്കുന്നത് ഓക്കെ. സത്യത്തിൽ ഈ നെഞ്ചിൽ ചൂടും തണലും കുളർത്ത് ഞാൻ വളർത്തിയ എൻ്റെ കുഞ്ഞു പെങ്ങൾ എന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തകർന്നുപോയി രാഘവേട്ട. എൻ്റെ മനസ്സ് തകർന്നുപോയി. മോളേന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഞാൻ പോകുവാണ്. അല്ലല്ല എൻ്റെ ഗ്യാസ് ഞാൻ അതെന്തോടാണ് സാർ? ഈ നെഞ്ചിലെ ചൂടും തണലും കൊടുത്തപ്പോൾ ഞാൻ വളർത്തിയ എൻ്റെ കുഞ്ഞു പെങ്ങൾ എന്നെ ബാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തകർന്നുപോയി രാഘവേട്ട. എൻ്റെ മനസ്സ് തകർന്നുപോയി. മോളേന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് ഞാനെന്ന് എനിക്കറിയാം. എങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഞാൻ പോവുകയാണ് മോളെ. അടിപൊളി, അടിപൊളിയായിട്ട് ചെയ്തോ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഇപ്പൊ correct. എല്ലാരും പറഞ്ഞത് correct. അടിപൊളിയായിരുന്നു, സൂപ്പർ. ഇതൊരു ട്രാൻസ്ജെൻഡർ പറയുന്ന രീതിയിൽ പറയാം. ഇപ്പോൾ ഈ ഒരു സാധനം ഇപ്പം നമ്മൾ അത് കഴിഞ്ഞു. ഓക്കെ, അതൊരു നല്ലൊരു സജഷനാണ്. ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ ശരാ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരിപ്പോൾ ഈ സാധനം രാഘവേട്ട സത്യത്തിൽ ഞാൻ ആരാ, ചെറുപ്പത്തിൻ്റെ ചോളത്തിളപ്പിൽ ഭാവം എൻ്റെ അമ്മയ്ക്ക് വൈഫിറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന സംഗതികളല്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അത് സംഭവം എന്നുള്ളതാണ്. ട്രൈ. ആ രീതിയിലൊന്ന് പറഞ്ഞു നോക്കി. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു സെയിം ഡയലോഗ്സ് പറയാൻ പാടില്ല. ഇവിടെ ആ കൂടി 1 2 3 4 5 6 7 8 ഞാൻ ആരാ, 3 4 ചെറുപ്പത്തിന് ചോളത്തിളപ്പിൽ പാവം എൻ്റെ അമ്മയ്ക്ക് പറ്റിയ കൈപ്പിട്ട, അതിൻ്റെ പേരിൽ സമൂഹം മുഴുവൻ തന്നിടത്ത് വിളിച്ചിട്ടും എനിക്കൊരു ഫീലുമില്ല. ഹോ, അങ്ങനെ ആ ഒരു രീതിയിൽ ഇനി കൈ നിട്ട് പറഞ്ഞു ഞാനിവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് അതിന് തിരിച്ച് പോകുന്നതും അങ്ങനെ തന്നെ എടുക്കാം. ഇങ്ങനെ ആൾ ഇവിടെ ഇങ്ങനെ വരുന്നു, ഇവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്ന രാഘവേട്ടൻ നോക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇതെല്ലാം പറഞ്ഞു ഞാൻ പോവേണ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു സംഭവം. ഓക്കെ, ആക്ഷൻ പറ. ഇതെന്തോ ഇത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുമല്ലോ. എനിക്കറിയാൻ പറ്റി ചോദിക്കുക, ഇയാളെന്ത് പട്ടിക്കുട്ടി കിടന്ന് ഓടുന്ന പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നത്. റെഡി രാഘവേട്ടാ, സത്യത്തിൽ ഞാൻ ആരാ? നമുക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഒരാളെ ഇട്ട് ഇങ്ങനെ പൊട്ട് കളിപ്പിക്കല്ലേ. നിങ്ങൾ മനസ്സിലാക്കും, എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് കളഞ്ഞിട്ട് പോയാൽ മതിയാ. അതിന് പക്കായിട്ട് കിട്ടണ്ടേ സാധനം. താങ്കൾ ഏത് പടത്തിലാണ് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് വേഷം കൊടുക്കുന്നത്? നമ്മള് പടത്തിനേക്ക് വേഷം പറഞ്ഞു എങ്ങനെ ചുമ്മാ ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിപ്പിക്കാൻ ഏതെങ്കിലും വേഷം ഉണ്ടോ ട്രാൻസ്ജെൻഡർ ആയിട്ട് പുള്ളിക്ക്? പടത്തിൽ വേഷം കൊടുക്കുന്ന കാര്യം സംസാരിച്ചിട്ടില്ല, അത് മനസ്സിലാക്കൂ. അഭിനയിക്കുക, കോമാളിയായിട്ട് അഭിനയിക്കുക, ഇങ്ങനെ കഥാപാത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നല്ല എൻട്രി ആണ്. ഫോർ ദ ഫസ്റ്റ് ടേക്ക് ഗുഡ്. കുറച്ചുകൂടി മുതൽ വന്നാൽ മതി. 1 2 3. രാഘവേട്ടാ, സത്യത്തിൽ ഞാൻ ആരാ? ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ എൻ്റെ അമ്മക്ക് പറ്റിയൊരു കൈപ്പിഴ. ഈ ലോകം മുഴുവൻ പരിഹസിച്ചപ്പോഴും ഞാൻ പതറിയില്ല. പക്ഷേ ഈ നെഞ്ചിൽ ചൂടും തണലും കൊടുത്ത് എൻ്റെ പെങ്ങൾ എന്നെ ബാസ്റ്റർ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ പുള്ളിക്കാരൻ ചെയ്യുന്ന ബോറാണോ? നിങ്ങൾ പിന്നെ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഫൈനൽ ടേക്ക് നമുക്ക് മുമ്പിൽ സായറാണ് ഇരിക്കുന്നത്. സായറിന്റെ ഇഷ്ടപ്പെട്ട ഡയലോഗ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ് സായറിന്റെ രീതിയിൽ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഹൗ ഹി ഈസ് ഗോയിങ് ടു പ്രസന്റ്. ആക്ഷൻ സായർ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമായിരിക്കുന്നു. So with this we're coming to an end. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഷുവർ ആണ്. ഹോട്ട്ലൈൻ എൻട്രിയിൽ കയറുകയാണെങ്കിൽ 66666 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. SMS A സാഹിർ B രാഹുൽ B ഈ 3 പേരാണ് ഇപ്പോൾ ഫൈനൽ കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നത്. ആരായിരിക്കും ജയിക്കുമെന്ന് കാത്തിരിക്കുകയാണ് അടുത്ത എപ്പിസോഡ്. അതിന് മുമ്പ് നമ്മളുടെ ബിലൗഡ്
നമ്മളുടെ ഡ്രാമ ആർട്ടിസ്റ്റും ഡ്രാമ സാറുമായ രജീഷ് ലാൽ. സാറിന്റെ ഒരു ഡ്രാമ എക്സ്പീരിയൻസിൽ സാർ എങ്ങനെ കാണുന്നു ഈ പ്രതിഭയെ? മറ്റേ കണ്ടസ്റ്റന്റിനെ കാണിച്ചു കൊടുക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രതിഭ? ഇപ്പൊ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം നല്ല കഴിവുള്ള ഒരാളാണ്. അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ പുള്ളി ഏതൊരു സിറ്റുവേഷനിലും പറഞ്ഞാലും പുള്ളി ചെയ്യാൻ ലാസ്റ്റിനെ കുറിച്ച് ഒന്ന് പതറിപ്പോയെങ്കിലും പുള്ളി അവസാനം പറഞ്ഞ ഒരു ഡയലോഗ് എനിക്ക് വളരെ ബൈ ഹാർട്ട് നല്ലൊരു എന്നെ ഹൃദയത്തെ സ്പർശിച്ചു. കാരണം ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രം സമ്മാനിച്ചുവെങ്കിലും പുള്ളിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്ലാറ്റ്ഫോം അല്ല പ്ലാറ്റ്ഫോം. അതെ കറക്റ്റല്ലേ? തട്ട് അതെ തട്ടേ കയറി മട്ടക്ക മാറുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഭാവി പുള്ളിക്ക് ഉണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്നും പറയാൻ പറ്റുന്നത്. ഇനി താങ്കൾ ഏത് സിനിമയിലാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഏതാണ് താങ്കൾ ചെയ്യാൻ കൊടുക്കുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. സിനിമയിലേക്ക് അയാളെ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ. ഓക്കെ, ഏതിനകത്താണ് നമ്മുടെ ചാനലിന്റെ തന്നെ ഷോകൾ ഒത്തിരി പേര് വരുന്നുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ? ക്ലാരിറ്റി ആയിട്ട് പറയാൻ നമുക്ക് അതെല്ലാം എൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സംഭവമൊന്നുമില്ല. എന്താണ് സാധനം? എന്താണ് എന്തിനാണ് ഇപ്പൊ സെലക്ട് ചെയ്യുന്നത്? എന്തിനാണ് ഇപ്പോ റിയാലിറ്റി ഷോ ഒരുപാട് വരുന്നുണ്ട്. റിയാലിറ്റി ഷോകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് പല ചാനലും ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഏതിനാണ് ആളെ വിളിച്ചിരിക്കുന്നത്? പറഞ്ഞോ. വൈൻഡപ്പ് അല്ലല്ല, വൈൻഡപ്പ് അല്ല. അറിയോ? ഇതിൽ ആരെ അറിയില്ല? സിന്ധു, സൗമ്യ, ഷിൻറ്റോ, ലാലു ആരെ അറിയില്ല? ഷിൻറ്റു. ഷിൻറ്റു, ലാലിയ അവരാരാ? വർക്ക് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ. ഷാലിയ, സിന്ധു നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് ഒരാൾക്ക് സർപ്രൈസ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു പ്രശ്നമില്ല. ഇത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു ഷോ ആണ്. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്തു കേട്ടോ. സാധാരണ വന്നിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾ കൂളായിട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയി. അതാണ് ഞങ്ങൾ നോക്കിയത് ബ്രോ. അങ്ങനെ നമ്മളുടെ സായറിന് നല്ല പണി കിട്ടി. ഡാലിയ, ഷിൻറ്റോ, സിന്ധു ആൻഡ് സൗമ്യയുടെ കയ്യിൽ. ഇപ്പോൾ സായറിന് അറിയേണ്ടത് എപ്പോഴാ പണി ശരിക്കും ടി വിയിൽ കാണാൻ പറ്റുക, അത് നമ്മൾ തന്നെ പെട്ടെന്ന് അറിയിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഇതോടൊരു ഗുണം ഡെഫിനറ്റ്ലി ഉണ്ടായി. പണി കിട്ടിയാൽ കൂടി തന്നെ സായറിന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. ഏതൊരു പ്രോഗ്രാമിന് പോയാലും ഇനി ഇതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ, അത് വലിയൊരു കാര്യം തന്നെയല്ലേ? സാറിന് പറയാനുണ്ടാവുമല്ലോ. എന്താണ് ഇതിനെ കുറിച്ച് ഒരു ടെൻഷൻ മാറി. ഇനിയിപ്പോ ഏതൊരു പ്രോഗ്രാം ഇതേപോലെ ചെന്നൊരു ഷോയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? അടിപൊളിയായിട്ടാണ്. ഇനി നമുക്ക് കാണാം. അപ്പോൾ പുതിയ മനോഹരമായ പൂജിതയുടെ കൂട്ടുകാരികളൊക്കെ പറ്റിക്കാനുള്ള അടുത്ത എപ്പിസോഡാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തുമ്മല് വരുന്നു. ബൈ.